നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം കിട്ടും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം. പലപ്പോഴും അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കുന്നത് തന്നെ ഏകദേശം അവർക്കത് കിട്ടും എന്നതിൻ്റെ സാധ്യത കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. പലപ്പോഴും നിരാശപ്പെട്ടു പോകേണ്ട ജീവിത പ്രതിസന്ധികളിൽ ഇനിയിപ്പോൾ എന്താ പ്രാർത്ഥിച്ചിട്ട് എന്ന് സാധാരണ ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവരൊക്കെ അത് നടക്കുമോ നടക്കുകയില്ലയോ എന്നതൊരു വിഷയമല്ല. എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവോട് എന്തും ചോദിക്കാം, എത്ര പ്രയാസകരമായതും ചോദിക്കാം എന്നല്ലേ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാം കടലിൽ വീണ് മത്സ്യം വിഴുങ്ങി കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് വനാദാ ഫിദ്ദുലുമാത്ത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഇരുട്ടുകളിൽ കടന്ന് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ചു, അള്ളാഹു അല്ലാതെ ആരാധനില്ല, അള്ളാഹു നീ അല്ലാതെ ആരാധനില്ല, നീ മഹാപരിശുദ്ധനാകുന്നു, ഞാൻ അക്രമികൾപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വിളിച്ചു. അള്ളാഹു ഉത്തരം നൽകി എന്ന് തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ മത്സ്യം കരക്കണിഞ്ഞ് പുറത്തു വന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സാധാരണ ചിന്തിക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹുവിന് പറ്റും. ആ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടെ പല രോഗങ്ങളും അതിൻ്റെ പരിധി കടക്കുമ്പോൾ ഇനി എന്താണ് എന്ന് നിരാശയിലേക്ക് വരികയും പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസത്തോടു കൂടെ പൂർണ്ണ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്ത സമയത്താണ് സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. കാരണം ഭാര്യ വന്ധ്യയാണ്, അദ്ദേഹം അങ്ങേയറ്റം വൃദ്ധനായിരിക്കും. അത്തരം ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് അള്ളാഹു കുഞ്ഞിനെ നൽകി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പല പല സാഹചര്യങ്ങളും നമ്മൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ ഒരു പക്ഷേ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഭൗതിക സാഹചര്യങ്ങളല്ല അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും എന്തായാലും അള്ളാഹു എനിക്കത് തരും, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷം എനിക്ക് തരും എന്ന ആത്മവിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനും പ്രതീക്ഷിക്കുവാനും നമുക്ക് പറ്റുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധികളെയും അവനോട് പറഞ്ഞ് അതിൽ സമാധാനം കണ്ട് മനസ്സമാധാനത്തോടെ മനഃശാന്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കും.